ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അസ്രീസ് വ്ലോഗ്. അപ്പോൾ ദേ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ആമിയും ഹന്നയാണ്. അപ്പോൾ ഇന്ന് ഇവരായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഹായ്. അങ്ങനെ ദേ ഹന്നയും ആമിയും വന്നിട്ടുണ്ട്. ഇതാണ് ഹന്ന, ഇതാണ് ആമി. വന്നിട്ട് ദേ അവരൊക്കെ ജ്യൂസ് കുടിക്കുന്നുണ്ട്. ഒരു ഒരുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞുള്ളൊരു സങ്കടത്തിലാണ്. അപ്പോൾ ഒരുങ്ങിയിട്ട് നമുക്ക് ഇനി കാണാം. രണ്ടാളും ഫോൺ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതാണ് ഇവിടെ മെയിൻ പരിപാടി. അപ്പൊ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഇത് ഹന്ന, ഇത് ആമി. ഇതെന്റെ കൊച്ചാപ്പാട മക്കളാണ്. അപ്പൊ അവരിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവരെ കൂടെയുള്ള വിശേഷങ്ങളായിരിക്കും നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എല്ലാരും സെറ്റ് അല്ലേ? അപ്പൊ ഇന്നിപ്പോ അവർക്ക് സ്കൂളൊക്കെ തുറക്കാനായി. തിങ്കളാഴ്ച അവർക്ക് സ്കൂളൊക്കെ തുറക്കും. അപ്പൊ ഒരു സ്കൂള് തുറക്കാനുള്ള ബാഗും സാധനങ്ങളൊക്കെ അവർ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതാദ്യം നമുക്ക് കണ്ടിട്ട് തരാം. കാണാലോ? കാണാല്ലേ? ആദ്യം നമുക്ക് ചോദിക്കാം, അന്നയുടെ ശരിക്കുള്ള പേര് പറഞ്ഞേ? ആമിയുടെ എത്രയിലാണ് രണ്ടാളും പഠിക്കുന്നത്? ഏത് സ്കൂളിലാ? ഞാനും പഠിച്ച സ്കൂൾ അതിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ വീഡിയോയില് ഗെറ്റ് ടുഗദറിനൊക്കെ പോയത് ആ സ്കൂളിൽ തന്നെയാണ് ഇവരും പഠിക്കുന്നത്. അപ്പോൾ അതേ ഇവരുടെ ബാഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇവരുടെ ബാഗ്. യൂണിക്കോൺ തന്നെയാണ്. രണ്ടുപേർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളതാണത്. അപ്പോൾ ഇന്നത് അൺബോക്സ് ചെയ്തിട്ട് അതിനുള്ളിൽ എന്തൊക്കെയാണ് ഇവർ വാങ്ങിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. റെഡി അല്ലേ? ഇത് ആരെ ബാഗാ? ആദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്ന മൂന്നാം ക്ലാസ്സിൽ ആയപ്പോ അത് കാരണം ആമിക്ക് വാങ്ങില്ല. അപ്പൊ ഈ വർഷം അപ്പൊ ഇത് ആമിയുടെ ബാഗാണ്. അപ്പൊ ആമി ഓപ്പൺ ചെയ്തോ. അത് യൂണിക്കോണാ? ഇതിങ്ങനെ തിരിച്ചു കാണിച്ചു തന്നെ. ഇതാണ് ആമിയുടെ ബോക്സ്. പെൻസിലൊക്കെ യൂണിക്കോൺ തന്നെയാണ് കേട്ടോ. എല്ലാം തന്നെയാണ്. ഇനി നെക്സ്റ്റ് തന്നെ. അപ്പൊ ഇതൊരു ഇൻസ്റ്റാ പേജിൽ ചെയ്തതാണ്. അപ്പൊ ഹന്ന ഏതാ ഇൻസ്റ്റാ പേജ്? ക്രാഫ്റ്റ് സ്റ്റുഡിയോ. ആ ഒരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി ഇവിടെ കൊടുക്കാം. ആ നെയിം, ഇൻസ്റ്റാ പേജിന്റെ നെയിം ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ നെയിം സ്ലിപ്പ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താ? ഓക്കെ. പിന്നെ ഇത് മറ്റേ ഇതിലൊരു പിന്നെ സ്റ്റാപ്ലറും പിന്നെ ഓക്കെ. നെക്സ്റ്റ് എടുത്തോ. ഇതാരതാ? ഹന്നയുടെ ആണോ? അതൊന്ന് കാണിച്ചെടുത്തേ. ഓക്കെ. ഇത് ഒരു പെന്ന്. ഓക്കെ. പിന്നെ ഇതൊക്കെ പെന്ന്. പിന്നെ ഇതൊരു റൈസറാ. ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ റബ്ബർ. പിന്നെ ആ ഒരു മൾട്ടി കളറിന് എന്തിട്ടാ? ഇത് പെന്നാണല്ലേ? 10-in-1 പെൻ. ഓക്കെ. ഇത്രേ ഉള്ളൂ ഇതില്. ഇത് മെർമെയ്ഡ് പെൻ. കണ്ടോ? അങ്ങനെ ഇത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ ഒരു ഷാർപ്നർ ഉണ്ട്. ഇതില് പെൻസിൽ ഇട്ടിട്ട് ഇങ്ങനെ ആക്കുമ്പോ അത് മതി. ഓക്കെ. ഇതൊക്കെ എവിടെന്നാ ഓർഡർ ചെയ്തതാ? ആമസോണിന്ന് ഓർഡർ ചെയ്തതാ. ഇതിങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റ് കിട്ടും. ഞാനൊന്നും പഠിക്കുമ്പോ ഇങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നിട്ടില്ല കേട്ടോ. പിന്നെ ആമിയുടെ 2 ബുക്കാ. ഇതെന്റെ 2 ബുക്കാ. എനിക്ക് എഴുതാനുണ്ട്.
പിന്നെ ആമിയുടെ ബാക്കി പേനകൾ. വാവ്, ഒരു ബാഗ് തന്നെ ഉണ്ട്. ഓ, ലൈറ്റ് ഒക്കെ കത്തുന്നതോ? പിന്നെ അതേപോലെ തന്നെ ഒരു മൾട്ടി കളർ, പിന്നെ നീല പേൻ, അതിന്റെ ഉള്ളിൽ ഫുൾ അങ്ങനെ തന്നെ. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ എടുത്തേ. ഫുൾ. അത് നോക്കട്ടെ. ഇതും സെയിമാ. പിന്നെ എൻ്റെ റബ്ബർ എവിടെയാടി? അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, അത് അവിടെ വെച്ചോ. ഇനി അടുത്ത സിബ്. ഇത് ഒരു മേക്കപ്പ് സെറ്റിന്റെ സാധനം. ഇതവരെന്തോ ഒരുങ്ങാൻ വേണ്ടി കൊണ്ടുവന്നാണ് കേട്ടോ. ഇത് ഒരു ഡയറിയാണ്. ഉണ്ണി ഡയറിക്ക് എഴുതും. വാവ്, ഓ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. ഇത് ബ്ലാക്ക് ഫോറന്റ്. ഓക്കെ, അത് നോക്കട്ടെ. ഇത് യൂണിക്കോൺ തന്നെ. യൂണിക്കോൺ ഇഷ്ടമാണ്. രണ്ടൊക്കെ തന്നെ ഇഷ്ടം. കഴിഞ്ഞോ? ഇനി ബുക്സും പിന്നെ 2-3 നോട്ട്ബുക്കും ചോട്ടൊക്കെ ഇടാൻ കൊണ്ടുവന്നു. പിന്നെ എല്ലാം കഴിഞ്ഞോ? ഓക്കെ. ഇന്നതേ ഇവരുടെ വാങ്ങിയ സാധനങ്ങളൊക്കെ കണ്ടു. ഇപ്പൊ വാങ്ങിയ ഐറ്റംസ് ആണ് അല്ലേ ഇതൊക്കെ? ഓക്കെ, അപ്പോൾ ഈ നെയിം സ്ലിപ്പിൻ്റെ അത് കൊടുക്കാം. അപ്പോൾ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ ഇവരൊക്കെ ഇന്ന് വന്നതുകൊണ്ട് നമുക്ക് ഇന്നൊരു ചെറിയൊരു ഗെയിം കളിക്കാം. ഇവർ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെ കളിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇന്നൊരു ചെറിയൊരു ഗെയിമൊക്കെ കളിക്കാം. അപ്പോൾ ഇതേ എയർപോഡ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോണിൽ ഞങ്ങൾ സോങ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ ഹന്ന റെഡി ആയിട്ടുണ്ട്. ഹന്ന എയർപോഡൊക്കെ വെച്ച് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാട്ട് വെച്ചെടുത്തിട്ട് ഞങ്ങൾ രണ്ടാളും ഒരു വേർഡ് പറയും, അത് ഹന്ന പറയണം. അപ്പോൾ ഫുൾ വോളിയത്തിലാണ് ഇപ്പോൾ സോങ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ കളിക്കാം. റെഡി അല്ലേ രണ്ടാളും? സെറ്റ് വാ. അപ്പോൾ അതെ ഇതാര് പാട്ടാണ്? ബേബി ജിം. അപ്പോൾ അതെ പാട്ടൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഹന്ന ഇവിടെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കളിക്കാം. അപ്പോൾ ഹന്നക്കാണ് കൊടുക്കണത്. ഹന്ന റെഡി ആയിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ആമി ഞാനും കൂടി തന്നെ ഹന്നോട് പറയണത്. അപ്പോൾ ഫസ്റ്റ് പറയണത് കേട്ടാ കല്യാണത്തിന് പോയോ അതാണ് ഞങ്ങൾ ഫസ്റ്റ് പറയണേ. അപ്പോൾ ഹന്നത ഇവിടെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഹന്നനെ കാണിച്ചു തരാം. ആ ഇപ്പം സ്റ്റാർട്ട് ചെയ്തോ? ആമി പറഞ്ഞോ. നല്ല ചുണ്ടരക്കിട്ട് പറ. കല്യാണം. പുഴ. പോയോന്ന. കല്യാണത്തിന് പോയോന്ന. കിട്ടി. റൈറ്റ് ലെഫ്റ്റ് ഒക്കെ കറക്റ്റ് ചെയ്തിരണേ. അടുത്തത് ഞങ്ങളാണ് ആമിക്ക് കൊടുക്കണത്. കഞ്ഞി കുടിച്ചോ അങ്ങനെ ആമിനോട് ചോദിക്കേണ്ടത്. നീ ചോദിക്കാനാട്ടാ. ഓക്കെ, റെഡി അല്ലേ? അപ്പം ആമി റെഡി ആയിട്ടുണ്ട്. അപ്പം അതേ സോങ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹന്നാണ് പറയേണ്ടത്. ഹന്ന പറഞ്ഞോ. എൻ്റെ നെഞ്ചിൽ അണ്ണൻ അന്ന
അന്നി 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 കന്നി കുടിച്ചോ യെസ് എന്നിട്ടാ പറഞ്ഞേ കഞ്ഞി കുടിച്ചോ യെസ്. അപ്പൊ ഇവര് രണ്ടാളും കൂടി എനിക്കാണ് അടുത്ത് തരാൻ പോണത്. അപ്പൊ ഞാൻ എയർപോർട്ടൊക്കെ വെച്ചിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ റെഡി അല്ലേ? യെസ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ പറയാൻ പോണത് ബിരിയാണി തിന്നോ. തല്ലാൻ, ബലൂൺ, നീ എക്സ്പ്രഷൻ വേണ്ട, കാര്യം പറ. ബാമ്പു, ഇവളെ എക്സ്പ്രഷൻ കൂടെ ഉണ്ട്, എനിക്ക് മനസ്സിലാവണില്ല. എന്ത് എന്തോ തിന്നോ ആണോ? തിന്നോ? അത് ലാസ്റ്റ് വേർഡാണ്. തിന്നോ ലാസ്റ്റ് വേർഡാണ്. തിന്നോ തിന്നോ ലാസ്റ്റ് വേർഡാണ്. എത്ര അക്ഷരണ്ട്? വേട് എത്ര എണ്ണം ഉണ്ട്? നിക്കട്ടെ, 1 മിനിറ്റ് പാട്ടുന്ന്. പറഞ്ഞോ. രണ്ടെണ്ണം. ലാസ്റ്റ് തിന്നോ? ഓക്കെ. ബിരിയാണി തിന്നോ? ഇങ്ങനെ നമുക്ക് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഭയങ്കര എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് ഇങ്ങനെ പറയണേ. ഇവളെ പിന്നെ ഇങ്ങനെ മനസ്സിലാവണുണ്ട്. ആമി ബിരിയാണി തിന്നോ എന്നൊക്കെ പറയണു. ബിരിയാണി തിന്നോ ഇങ്ങനൊക്കെ കാണിക്കണത്. അപ്പൊ ആമിയുടെ എനിക്ക് കറക്റ്റ് മനസ്സിലാവണുണ്ടായിരുന്നില്ല. പക്ഷെ കിട്ടി. സെറ്റ്. അതേ കൊച്ചാപ്പൊക്കെ വന്ന് അപ്പം എല്ലാവരും കൂടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം നമുക്കൊരു ഷോർട്സ് ആവാലെന്ന് വിചാരിച്ചിട്ട് അതേ ഡാൻസ് കളിക്കാൻ പോവാണ്. രണ്ടാൾ കളിക്കോ? അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ കാണിച്ചു തരാം. നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലുള്ളൊരു ചെറിയൊരു പറമ്പാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് കളിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവർ രണ്ടാളുള്ള വീഡിയോ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.